ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ബാഗ് ഇട്ടാട്ടോ. ബാഗ് എന്ന് പറയുമ്പോൾ ഇതാ ഒട്ടി ഗൈസ്, നമുക്ക് തുന്നാം. പിന്നെ ഞാനല്ല തുന്നണത്, അച്ഛനെ കൊണ്ട് തുന്നിക്കാം. ഓക്കെ, നിങ്ങൾ കാണും ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലും എനിക്കത് മനസ്സിലാവില്ല എങ്ങനെയാണ് തുന്നിയാന്നുള്ളത്. ഇപ്പോൾ ഒരു 12-13 കൊല്ലം മുന്നേ വരെ 20 രൂപയാണ് തുന്നാൻ കൊടുത്തിരുന്നത്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ പുറത്ത് കൊടുത്തിട്ടേ ഇല്ല, ഒച്ച തന്നെ തുന്നല്. അപ്പം നമുക്ക് അച്ഛാ ഇതൊന്ന് തുന്നി തരുമോ? അതിപ്പോ ഞാന് ഡിഗ്രി കൂടിയ പണിയാ. ഇതെന്താ വെച്ചാ? ഇത് മെഴുക്. എന്തിനാണ് മെഴുക്? നൂലിന് ഉറപ്പിട്ടാൻ. അപ്പൊ ഇതിട്ട് ഈ സൂചിമ കൊട്ടിയാലേ നൂല് ഒടയില്ല. നൂല് ഒടയാതിരിക്കാനാണ്. നൂല് ഒടയാ മീൻസ് പൊട്ടാതിരിക്കാനാ? ഒടയും ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും തുന്നാൻ പറ്റും. പിരി ഒടയൂലേ? അതിനാണിത്. ഈ മെഴുക് നല്ല മെഴുകാണ്. അച്ഛന് ഇതിന്റെ ടൂൾസ് ഒക്കെ ഇപ്പൊ എവിടെ വാങ്ങി? ചെരുപ്പുത്തണ അതൊക്കെ ഞാൻ തിരൂര് പോയിട്ടേ കമ്പി, സൂചി പറഞ്ഞാലേ പിന്നെ തിരൂര് പോയിട്ടേ ചെരുപ്പുത്തികള് ഉണ്ടാവും അവിടെ. അപ്പൊ അവരടുത്ത് ചെന്നിരിക്കും ഞാൻ. ഇതിങ്ങനെ ഫസ്റ്റ് ആദ്യം സൂചി ഒന്ന് ഓട്ടല്ലേ? സൂചി ഓട്ടാന്നില്ല. ഇങ്ങനെ സൂചി ഇത് ഓടണം. ഈ സൂചിക്ക് ഒരു വെട്ടൊക്കെ ഉണ്ട്, ഒരു വെട്ട്, ഒരറപ്പ്. ആ അറപ്പിന് സൂചി കൊടുക്കലാണ്. അതങ്ങനെ ഓട്ടിയിട്ട് ഇതിങ്ങനെ ഉണ്ട് ഓട്ടുക. സൂചി പുറത്തേക്ക് വന്നാല് നമ്മൾ നൂലെടുത്തിട്ട് ഈ സൂചിനെ വെട്ട് ഈ അറപ്പ് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കുക. വലിച്ചാൽ അത് ഇങ്ങോട്ട് പോരും. അതിൻ്റെ പോകുന്നു. എന്നിട്ട് ഒരു തലണ്ട് പിടിക്കുക, ഇങ്ങനെ പാകത്തിന് നിർത്തുക. എന്നിട്ട് അതേപോലെ ഇപ്പുറം ഓട്ടുക. പട്ടയം കൊടുക്കണം ആദ്യം. എന്നിട്ട് ആ ബാലൻസ് ഉള്ളത് അതിന്മേൽ കൊളുത്തിയിട്ട് പിന്നെ വലിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ടെമ്പറാക്കുക, ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ തല ഇങ്ങോട്ട് എടുക്കുക. അതിന്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്യാം. എന്നിട്ട് അപ്പൊ ഇതിന് വലിക്കുക. അതാണ് അതിന്റെ പണി. എന്നാലും പറഞ്ഞു കൊടുക്കില്ല. സിമ്പിളാണല്ലേ? സിമ്പിളാണ് പണി. അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പൊ ഇതാണ് സിമ്പിളാണ് പണി. ഇത് ഇപ്പൊ എത്രയാണ് അവൻ തുന്നണത്? അന്ന് എന്റെ കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ പുറത്തുനിന്ന് തുന്നിച്ചത്ര 20 ഉറുപ്പ്യൊക്കെ ആയിട്ടായിരുന്നു. ഒരു തുന്നൽ തുന്നിയ 20 രൂപ. അതുപോലെ ആ സൂചിട്ടൊന്നും ഓട്ടിയ പോലെ പൈസ അത് നമ്മൾ കൊടുക്കല രസമില്ല. അതിനാണ് നമ്മൾ സ്വന്തം തുന്നി പഠിക്കുക. കൊടുക്കലാണ് ലെവലിൽ വെക്കണം പട്ട. ഇത് എളുപ്പമുള്ള പണിയാണ്. ഇത് കജിലേ ചിലപ്പോ ഈ സൂചി ഓട്ടുന്നുണ്ടല്ലോ, ചിലപ്പോ കജിമലിക്കൊക്കെ വരും. ചിലപ്പോ കജ്ജൊക്കെ ഓട്ടാവും. ഇത് തിന്ന ആൾക്കാരെ കജ്ജൊക്കെ താമ്പായി ഉണ്ടാവും ഈ സൂചി കുത്തിയിട്ട്. ഇതിപ്പോ
ആദ്യം ഫസ്റ്റിൽ ഒരു തുള ഇട്ടിട്ട് പിന്നെ ഇത് ലോക്ക് ചെയ്യണേ. ഇത് ലോക്ക് ചെയ്യണം. ആ ഇത് അടുത്തത് ഞാനിതേ 1973 74 പുതിയങ്ങാടി ചെരുപ്പുറ്റെടുത്ത് പോയിട്ടേ പഠിച്ച പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമായി. പുറത്തു കൊടുക്കണ്ടല്ലോ. തോൽ ബാൻഡ് പൊട്ടിയാലേ അച്ഛൻ ബാൻഡ് സെറ്റ് പോരുന്ന സമയത്തല്ലേ ബാൻഡിന്റെ തോല് ആട്ടും തോലാണ്. അത് പൊട്ടിയാൽ അങ്ങോട്ടാ കൊണ്ടുവരിക തന്നെ. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയാൽ ചെരുപ്പുത്തി വരാറുന്ന ഒരാളുണ്ട് പുതിയങ്ങാടി. അയാൾ ചെരുപ്പ് ഉണ്ടാക്കണ ആളാണ്. പിന്നെ പൊട്ടി ചെരുപ്പ് തുന്നൽ, ആട്ടും തോല് ബാൻഡേരെ തോല് തുന്നൽ. എന്നാലും അയാളെ കാത്തിരിക്കണം, അയാൾ വരുന്നവരെ കാത്തിരിക്കണം. അയാൾ വന്നാൽ ഇത് കണ്ട സന്തോഷമായി. കാരണം ചെരുപ്പ് തുന്നക്കാട്ടും തോനെ കായ് കൊടുക്കും. ചെരുപ്പ് പിന്നെ 25 കായ് 30 കായ് കിട്ടുള്ളൂ. ഇത് തുന്നിയാൽ അവർക്ക് 5 ഉറുപ്പ്യ 6 ഉറുപ്പ്യ ഒക്കെ കൊടുക്കും. ഏത് ബാൻഡിന്റെ തോല് തുന്നിയാൽ. അവിടെ പോയി പഠിച്ചത് അവര് ഞാൻ അവിടെ അവരടുത്ത് ഇരുന്നിട്ട് കണ്ടു പഠിച്ചാണ്. അല്ല, എനിക്കാരും പഠിപ്പിച്ചെന്നല്ല, അത് എൻ്റെ കൈവാണ് പഠിക്കത്. ആഴ്ചയിൽ കൂടെ പോയിട്ട് കൂഞ്ഞിലക്കടവ് മഞ്ചി കടന്നിട്ട് പിന്നെ അയ്യപ്പൻകാവിൻ്റെ കൈ കൂടെ പോകണം. പുതിയങ്ങാടിക്ക് ഗേൾസ് സ്കൂളിൻ്റെ കൈ കൂടെ കുറേ നടക്കണം. അന്ന് ബസ്സില്ല. അന്ന് ബസ്സൊന്നും അങ്ങോട്ട് പോകില്ല. ഞാൻ കടവറ നടന്നു നോക്കാം പുതിയങ്ങാടിക്ക്. അങ്ങനെ അവിടുന്ന് പോയി അയ്യപ്പൻകാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്കൂളിലേക്ക് പോയിട്ട് പുതിയങ്ങാടി ബസ് സ്റ്റാൻഡ് ചെല്ലും. ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറ്റിപ്പാറ ഹോട്ടൽ ആണ് ഈ ചെരുപ്പ് കട. അവിടെ ചെന്നാൽ ചിലപ്പം അയാൾ തുറന്നുണ്ടാവും. അയാൾ വരുന്നവരെ കാത്തിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായി. അങ്ങനെ അവർ തോല് തുന്നും. ആദ്യം തുന്നി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഈ പനിച്ചീക്കര പശ ഉണ്ട്, പശ തേക്കും തോലുമ്പൽ. നമ്മള് പണ്ട് മറ്റേ മുറത്തിനൊക്കെ തേച്ചിരുന്നല്ലേ. എന്നിട്ട് ഓല് ആ പൊട്ടിയ നീളത്തിനനുസരിച്ചിട്ട് തോലിൻ്റെ ഒരു കഷ്ണം പൊട്ടും. എന്നിട്ട് ആ പശ തേച്ചിട്ട് ആ കഷ്ണം അതിമ ഒട്ടിക്കും തോലുമൽ. എന്നിട്ടൊരു തുന്നുണ്ട്. അത് സ്ട്രോങ്ങിനാണ്. അത് തുന്നിക്കഴിഞ്ഞാൽ പിന്നെ പോലെ എങ്ങോട്ടും പോകില്ല. ഒരുപാട് പണിയാണ് അതിന് തുന്നാനാ. ഭയങ്കര ഉറപ്പാവൂലേ? ഉറപ്പ് പറയും. ഇപ്പം ഇത് തുന്നണ ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഉറപ്പുണ്ടാവില്ല, നൈസാണ്. അത് തുന്നി കൊടുന്ന് ഇവിടെ ബാൻഡും വിടും. അവിടുന്ന് പിള്ളേർ അടിക്കലൊക്കെ അടിക്കും. അതിലടിക്ക് ചിലപ്പം കുറഞ്ഞു വരുമ്പോൾ തന്നെ വീണ്ടും പിന്നെയും പൊട്ടും. അപ്പം പിന്നെ പിറ്റും അതും കൊണ്ടുപോകണം. ഞങ്ങൾക്കത് പണി ചെയ്താന്നു. തോലിനവിടെ വലിയ വില ഒന്നുമില്ല. പുതിയ തോലിന് പുതിയ തോല് കുറഞ്ഞാലേ അത് പിന്നെ വെയിലത്ത് കുറ്റി അടിച്ചിട്ട് നിർത്തി വലിച്ച് കുറ്റി അടിക്കണം. എന്നിട്ട് ഉണങ്ങിയ രസം കൊണ്ട് എടുക്കണം. എടുത്തിട്ട് അതിൻ്റെ രോമം കളയണം. രോമം കളയാൻ വെണ്ണൂറുണ്ട്. തോല് പരത്തിയിട്ടേ തോല് ഉണങ്ങിയ രസം തോല് പരത്തിയില്ല. പരത്തിയിട്ടിട്ട് അതിൽ വെണ്ണൂറ് ഇടുന്നതെന്ന് വെച്ചാൽ വെണ്ണൂറ്റാണ്ട് നല്ല അരച്ചിയാൽ പിന്നെ ഉള്ളി ഉണ്ടാക്കുക. മരത്തിൻ്റെ ഈ മുളര ഉള്ളി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെരിച്ച് കുത്തി കൊടുക്കുക. ചെരിച്ച് കൊത്തുമ്പോൾ ആ രോമൊക്കെ ഉണ്ട് പോരും. നമ്മൾ ബ്ലേഡ് കൊണ്ട് പഠിക്കുന്ന പോലെ ഉണ്ട് പോരും. അങ്ങനെയാണ് പോരല്. അപ്പോൾ ആ കാലത്തെ പണി അങ്ങനെയാണ്. കത്തിരി അവിടെ
ഇത്തിരി കഴിവ് കൊണ്ടുവരും. ചെരുപ്പിട്ടടുത്ത കൊടുക്കുമ്പോഴേ അവർ പറഞ്ഞ പൈസ കൊണ്ടുവരും. ചെരുപ്പ് വേറെ അവിടെ ഉണ്ടാകല് അപായ ചെരുപ്പാണ്, ആൾക്കാർ പിന്നാൻ കൊടുത്തത്. പക്ഷെ ഉണ്ടാക്കുന്ന ചെരുപ്പില്ല, അതാണ് വേറെ കാത് ഇത്രേ പണിയുള്ളൂ. ഇത് ആൾക്കാർക്ക് ഇത് മല പോലെയാണ്. ഇത് ഇതെങ്ങനെ ഇപ്പം തന്നെ നോക്കുക, പട്ട നോക്കിയിട്ട് നമ്മളിന്ന് തിന്നത് തിന്നാം. ഇന്നാണെങ്കിൽ കണ്ണാണെങ്കിൽ കണ്ണാട്ടില്ല. ആ ടാങ്കി അടച്ചോ? ആയി നിർത്തി ടാങ്കി അടച്ചോ? ആ ആയിട്ടാ. ഇതാട്ടാ തുന്നി നല്ല സ്ട്രോങ് ആണ്. നല്ല വേഗം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.